വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് ദുബായിലോട്ട് മേടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് ഞാനിപ്പോൾ പോയി പൈസ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഞാൻ കുറച്ചേറെ പൈസ ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിരുന്നതായിരുന്നു. എൻ്റെ ബൈക്ക് മേടിക്കും എന്നൊക്കെ പറഞ്ഞല്ലേ. അവസാനം ബൈക്ക് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ആ പൈസ എടുത്തിപ്പോൾ തൽക്കാലം എനിക്ക് തോന്നുന്നു ഈ റിസ്ക് ബോത്തിട്ടാണ്. ഈ റിസ്ക് എടുക്കാൻ പോകുന്നത് ലൈവ് സ്ട്രീമിംഗ്, IRL ലൈവ് സ്ട്രീമിംഗ് എനിക്ക് പണ്ടോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആഗ്രഹമാണ്. കുറച്ച് റിസ്ക് ആണ് ഇത്രയും പൈസ അതൊക്കെ മുടക്കുന്നത്. എന്തായാലും ഞാൻ റിസ്ക് എടുക്കുകയാണ്. റിസ്ക് ഇല്ലാതെ റിസ്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ചേറെ പൈസ ഉണ്ട്. സാധനത്തിന് ഏകദേശം 2,70,000 80,000 കണ്ട. പിന്നെ കുറച്ച് എക്സ്ട്രാ ചിലവ് ദുബായി പോയി വരാനും അങ്ങനെയൊക്കെ. ഈ പൈസ കൊണ്ടുപോയി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എൻ്റെ ബൈക്കിന് വേണ്ടിയുള്ള പൈസയാണ്. ഫുള്ളിൽ 4 ലക്ഷം ഉള്ളൂ. ബൈക്കിന് 5,000 വേണ്ട. എന്തായാലും ആയിട്ട് നമുക്ക് ബാങ്കിൽ പോകാം. അമ്മയൊന്നുമില്ല, അമ്മയച്ഛനും എല്ലാവരും കടയിൽ പോയി. ഇതിനകത്ത് റിട്ടേൺ വരുമോ വരത്തില്ലെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും ഞാൻ ആഗ്രഹിച്ചതാണ് ചെയ്തു വിടുക. നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ മിക്ക കാര്യങ്ങളും. എല്ലാം ഇങ്ങനെ ഒടുക്കത്തെ റിസ്ക്. കുറച്ചൊക്കെ പൈസ വരുമ്പോൾ ഞാൻ ഏതെങ്കിലും എടുത്ത് മേടിക്കും. ആയിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ ഫുള്ളും തീരും. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും തീരും. അപ്പോൾ എൻ്റെ ചെരുപ്പ് ഫുള്ളും മാന്തിയെങ്കിൽ ഇനി തന്നേക്കുവാ. ഓ ഓ ഓ അച്ഛൻ്റെ സ്കൂട്ടി താരത്തിൽ കൊണ്ട് കാണിക്കണമായിരുന്നു. വെച്ചാൽ ഇത് ഓണാക്കുമ്പോൾ തന്നെ ആക്സിലറേറ്റർ ഫുള്ളും മൂത്തായിരിക്കുന്ന നേരെ ചാടും വണ്ടി. പിന്നെ അച്ഛൻ അവിടെയൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്, അത് വേറെ ഇത്. പക്ഷെ എന്നാലും ഇത് കൊണ്ടുപോകാൻ പറ്റുന്നത് കുറച്ച് ദിവസം വീട്ടിലിരിക്കും. പൈസ ഇട്ട് വരാം. ബാങ്കിലെത്തി പെട്ടെന്നായാൽ മതിയായിരുന്നു. സാറിന് ഇവിടെ നടക്കാറൊന്നും കാര്യം നടക്കാറില്ല. ഇപ്പം കഴിഞ്ഞു ബോയ്സ് ആൻഡ് ഗേൾസ്. ഇനി ഗേൾസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പം എന്തായാലും നമുക്കിനി ബീച്ചിലോട്ടൊന്ന് പോയാൽ. എനിക്ക് അവിടെ ഒരു പുള്ളപ്പ് ബാറില്ലടാ പൂങ്ങുന്ന ഒരു വീഡിയോ ഒക്കെ ചെയ്തില്ല. അതവിടെ ഉണ്ട്. അതെനിക്ക് ഒരു വീഡിയോയ്ക്ക് വേണ്ടി വേണം. അപ്പോൾ അതൊന്ന് എനിക്ക് ചോദിക്കാൻ പോകണം. അപ്പോൾ ഇതൊരു സ്പോൺസർ വീഡിയോ തൂങ്ങി കിടക്കുന്ന 4-ാം തീയതി വേണം. പക്ഷേ 4-ാം തീയതി ഞാൻ ഇവിടെ കാണത്തില്ല, ദുബായി പോയി. അപ്പോൾ ഇത് തീർത്തിട്ട് നമുക്ക് ദുബായിലോട്ട് പോകണം. ഇപ്പോഴല്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് പോയി ചോദിക്കണം ഉണ്ടായില്ലേ. ഉടമസ്ഥനോടെ കാണുമായിരിക്കും. നമുക്കൊന്ന് പോയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സാധനം മേടിക്കാം. 4 ലക്ഷം ഇട്ടിട്ടുണ്ട് അക്കൗണ്ടിൽ. ബീച്ച് വന്നിട്ടുണ്ട്. സാധാരണ ആ മൂലയ്ക്കാണ് അവൻ വെക്കാറില്ല. രാത്രി ചിലപ്പം വൈകുന്നേര സമയത്ത് ഇവിടെ നിന്ന് വല്ലതും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ നമുക്ക് ഇവിടുന്ന് അവിടം വരെ നടക്കാം. ആരല്ല വിളിക്കുന്നു, കോൾ എടുക്കട്ടെ. കാണുന്നൊന്നുമില്ല ഇവിടുന്ന്. ആ ഭാഗത്തോട്ട് തന്നെ പോവാം. ഇവിടെ നടന്നു പോകുമ്പോൾ എന്തായാലും ഉണ്ടെങ്കിൽ കണ്ടോളൂ. ഞാൻ ഈ അറ്റം വരെ എത്തി. പക്ഷേ സാധനം കാണുന്നില്ല. അത് ഈ കട അവൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവൻ ചിലപ്പോൾ വൈകുന്നേരം വരുമായിരിക്കും. ഈ കട സത്യം പറഞ്ഞാൽ അവൻ്റെ നമ്പർ മേടിച്ചായിരുന്നു. അവൻ്റെ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ടാന്ന് എനിക്കറിയില്ല. മേടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേര് അറിയത്തില്ല. അപ്പോൾ എനിക്ക് എന്ത് സെർച്ച് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ രാത്രി വരാം. ഇത് സാധനം വേണം. അവൻ ഊരിക്കൊണ്ട് വീട്ടിൽ പോകുന്നതാണെന്ന് തോന്നുന്നു എല്ലാ ദിവസവും. പുള്ളപ്പാറ് മഴ പെയ്യുന്നു. അങ്ങനെ സമയത്തിരിക്കുകയാണ്. എൻ്റെ സ്ട്രീമിംഗ് സെറ്റപ്പ് മേടിക്കുകയാണ്. ഓർഡർ ചെയ്യാം. എന്തായാലും ഇരുന്ന് ഓർഡർ ചെയ്യാം. അവരെനിക്ക് ലിങ്ക് അയച്ചു തന്നായിരുന്നു. എന്നെ മൂക്കണം നീക്കി എന്നെ സംസാരിക്കാനും പറ്റുന്നില്ല. 2 കണ്ട് ഇപ്പം ചിലവാകും. ഇപ്പോൾ വരും കേട്ടോ. എത്ര രൂപ നോക്കി? 2,76,000. ഒരു പവർ ബാങ്ക് കൂടി ഇടാറുണ്ട്. അപ്പോൾ ഇനിയും കൂടുന്നത് കാരണം ഒരു പവർ ബാങ്ക് 2 പവർ ബാങ്ക് ആണ്. അപ്ഡേറ്റ് 2,85,000. Let's go. എന്താവും ദൈവമേ, ഇത് ഞാൻ ചെയ്യാൻ പോവുകയാണ്. ബില്ലടിക്കട്ടെ. ബില്ലടിച്ചിട്ട് ഞാൻ പറയാം. എനിക്ക് മേടിക്കാൻ പറ്റില്ലടാ. എൻ്റെ കാർഡിന് ലിമിറ്റ് 75,000 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ATM കാർഡ് വെച്ച് എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ SBI വിളിച്ച് ചോദിച്ച് അവർ പറയുന്നത് അത് പ്ലാറ്റിനം കാർഡ് എടുക്കണം. അപ്പം 2 ലക്ഷം വരത്തുള്ളൂ. അതിൽ കൂടുതൽ പർച്ചേസ് ഉണ്ട്. പ്ലാറ്റിനം കാർഡ് എടുക്കുമെങ്കിൽ മിനിമം 1 ലക്ഷം ബാലൻസ് വെക്കേണ്ടി വരും. 1 ലക്ഷം ബാലൻസ് വെച്ച് എനിക്ക് 2 ലക്ഷം ഇതാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് ഗുണമില്ല. അപ്പം ഞാൻ വിചാരിച്ച് എനിക്ക് ഒരു 1 ലക്ഷത്തിൻ്റെ വാലിഡിറ്റി ഉള്ളൊരു 1 ലക്ഷം ലിമിറ്റ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. ഇതിനകത്തോട്ട് 2 ലക്ഷം കൂടി ഇട്ട് കഴിഞ്ഞാൽ അപ്പം 3 ലക്ഷമോ എന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിയാവുന്നത്. പക്ഷേ അത് SBI മാനേജർ ചോദിച്ചപ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ SBI കാർഡുകാരൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കണം. അതിപ്പോൾ ചെയ്യാൻ പോവുക. ഒരു സാധനം മേടിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഈ പറ്റുമെന്ന് തോന്നുന്നു. ഡയറക്റ്റ് ചെയ്തേക്കാന്ന് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും നീ പൈസ ഇട്ട് പിന്നെ തിരിച്ചും കൊണ്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കാമെന്ന്. അപ്പോൾ എന്നെ കൊണ്ടത് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. പൈസ ഉണ്ടായിട്ട് പോലും പർച്ചേസ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ എന്തായാലും എൻ്റെ ക്രെഡിറ്റ് കാർഡിന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ലിമിറ്റ് കൂട്ടിത്തരാൻ. അത് കിട്ടുമായിരിക്കും, ആർക്കറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാരുണ്ട് എനിക്ക് ഇങ്ങനെ ഹൈ ക്രെഡിറ്റ് ലിമിറ്റുള്ള അമ്മാർ ഒരുത്തൻ്റെ കൊടുത്തിട്ടുണ്ട്. അവൻ പർച്ചേസ് ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അവന് 3 ലക്ഷം ലിമിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അവനെ നോക്കിയിട്ട് 3 ലക്ഷം തന്നെ ആണെന്നൊക്കെ ഇപ്പോൾ മനസ്സിലാവും. എന്നാലും കാണുമായിരിക്കും. അവനിപ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അവനെ പൈസ അയച്ചു കൊടുക്കാം. കരീം ഭായ് വണ്ടിയിൽ നിന്ന് മാറാ. ഓൾറെഡി ഊട്ടായിട്ട് മതിയല്ലേ നിനക്ക്? എനിക്ക് അമ്മയുടെ പോയിട്ട് സന്തോഷ വാർത്ത അറിയിക്കട്ടെ. അല്ല, അവൻ ഡിസൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൂച്ചകൾക്കുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾ പറയും ഇതിൻ്റെ സീറ്റ് മാറ്റി ഇവൻ വന്നിട്ട് പിന്നെയും അത് ചെയ്യാൻ വേണ്ടിയാ. പിന്നെ എനിക്ക് മടിയാ. ഞാൻ അതിൻ്റെ ബുക്ക് കവറൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ വല്ലതൊക്കെ മൂടണം. അത് ഉള്ള കാര്യം ചെയ്ത് തീർക്കട്ടെ. ഒരു സീറ്റിൻ്റെ കവറും പറഞ്ഞാൽ നമുക്ക് ജീവിതം ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്ത് തീർക്കട്ടെ. ഇതൊക്കെ ആയിക്കോളും, കുഴപ്പമില്ല നമുക്ക്. എന്തായാലും എൻ്റെ വണ്ടിയുള്ള ആഗ്രഹം നമ്മൾ പിന്നെ എപ്പോഴും തീർത്തിരിക്കും. ഇപ്പം തൽക്കാലം ഓൾ ഇന്ത്യ ട്രിപ്പിലോട്ട് പിടിക്കാം. അമ്മയോടെ? അമ്മ വീട്ടിലോട്ട് പോയാ? അമ്മ കടയിൽ വരാനായിട്ട് അമ്മ കടയിൽ കാണത്തില്ലല്ലോ. അമ്മ വീട്ടിലോട്ട് പോയെന്ന് ഞാൻ കണ്ടുപോലല്ലോ പോകുന്ന വഴി. ഞാൻ പോയി നോക്കിയിട്ട് വരാം. വോയിസ് ദേണ്ടിരിക്കുന്നു. കടയിൽ പോയാൽ കടയിൽ കാണത്തില്ല ഒരിക്കലും. ആണാ? അമ്മ കടയിൽ നിന്ന് ചാടി. ഞാൻ എത്തിയപ്പം നേരെ പോകുന്ന മുന്നിലോട്ട്. എവിടെയാണെന്ന്? അച്ഛനാ?
എന്താ അമ്മ വലിയ തിരക്കാണല്ലോ അമ്മയ്ക്ക്? വലിയ തിരക്കാണ്. ഞാനിവിടെ വന്നപ്പോ നിങ്ങളുടെ പോയിരിക്കുന്നത്. അവിടെ കടയിൽ നിന്ന് പോകും. അച്ഛൻ അത് ഞാൻ കേട്ട് അച്ഛൻ വിളിച്ചത്. മറ്റേ സാധനം എനിക്ക് മേടിക്കാൻ പറ്റില്ല. എന്താണ് ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ച ഒരു സംഭവം? അത് മേടിക്കാനുള്ള ഒരു ATM കാർഡ് എന്റെ ഇല്ല. 75,000 വരെയൊക്കെ എന്റെ കാർഡിൽ എനിക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അത് 2.25 ലക്ഷം. ഞാൻ മാനേജറിനെ വിളിച്ച് ചോദിച്ചു. അവര് പറഞ്ഞ് 2 ലക്ഷം ലിമിറ്റ് ഉള്ള ഒരു കാർഡ് ഉണ്ട്. പക്ഷെ അത് 2 ലക്ഷമേ ഉള്ളൂ. അതിന് 1 ലക്ഷം ബാങ്ക് ബാലൻസ് എപ്പോഴും വേണമെന്നൊക്കെ. പക്ഷെ എന്നാലും 2 ഉള്ളൂ. എനിക്ക് 2.25 ലക്ഷമെങ്കിലും ഉണ്ട്. എങ്ങനെയുണ്ട്? വിറ്റല്ലേ? കൊള്ളാല്ലേ? അതൊക്കെ കൊള്ളാം. അതൊക്കെ കറക്റ്റ് ആയിട്ട് അങ്ങനെ. പക്ഷെ അതിനിപ്പോ എന്താണ് ഒരു മാർഗം? അത് നല്ലൊരു ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ഉള്ളു. എന്റെ ക്രെഡിറ്റ് കാർഡിന് 1 ലക്ഷം ലിമിറ്റ് ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരനൊക്കെ പറയണം അവന് 3 ലക്ഷം ലിമിറ്റ് ഉണ്ട് എന്നാ അവൻ പറയുന്ന. അവനിപ്പോ ചെയ്തരാന്ന് പറ. അവന് പൈസ കൊടുത്താൽ മതി. സാധനം അല്ലെങ്കിലും വരുന്നത് ദുബായിലോട്ടാ. അത് ദുബായിലോട്ട് വരികയാണ് സാധനം. ദുബായിലിന്റെ ടിക്കറ്റ് വല്ലതും കിട്ടിയോ? ടിക്കറ്റ് എടുത്തിട്ടില്ല. അതൊരു പ്രൊമോഷൻ വർക്കാണ്. അത് കേട്ട് പോകും. പ്രൊമോഷൻ വർക്ക് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. പിന്നെ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത മാസം 1 മാസം ജൂലൈക്കായിരുന്നു. എനിക്ക് ജൂണിലായിരുന്നു വേണ്ട. 1 മാസം കഴിഞ്ഞ് അപ്ലൈ ചെയ്തത്. അപ്പൊ ഇതിനെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് മനസ്സിലായി ആ തെറ്റ് പറ്റിയെന്ന്. അപ്പൊ അത് ഞാൻ പിന്നെയും അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫൈനലി എന്റെ വിസ കിട്ടാൻ പോവുകയല്ല കിട്ടി. വിസ ഹാസ് ബീൻ അപ്രൂവ്ഡ്. ലെറ്റ്സ് ഗോ. സിറ്റി പോലെ അങ്ങോട്ട് വെച്ചടി കയറ്റണമെന്ന് പറയാൻ പറ്റുന്നൊന്നുമില്ല. എന്നാലും ഞാൻ ഇപ്പൊ പോകാൻ പോകുക ടൂറിസം സിംഗിൾ 30 days. എന്തായാലും 27-ാം തീയതി പോകും ഞാൻ. ഒരു സമയത്ത് കൂട്ടുകാരൻ എന്റെ മറ്റേ സ്ട്രീമിംഗ് സെറ്റപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. 2ാമത്തെ വിക്ടറി. അപ്പൊ എന്തായാലും എല്ലാം ഷോടെ നടക്കുന്നുണ്ട്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം. അതിന് നാളത്തെ വർക്കും തീർക്കണം. ടിക്കറ്റ് എത്ര എണ്ണം നോക്കിയും ചെയ്തേക്കാം. ഞാൻ നാളത്തെ വർക്ക് ചെയ്തിട്ട് പോവാം. അമ്മേ ഇങ്ങോട്ട് വാ. കാര്യം പറ. ടിക്കറ്റ് വാ. ഇങ്ങോട്ട് വാ. എന്റെ വിസ കിട്ടി എനിക്ക്. യെസ്. എന്റെ വിസ കിട്ടിയപ്പോ എന്താ അമ്മേനെ കൊണ്ടുപോവാം. ഞാൻ കൊണ്ടുപോവമ്മേ. വിശ്വസിക്കമ്മേ. കൊണ്ടുപോവും. ആണ്. ഇപ്പൊ തൽക്കാലം ഞാൻ കുറച്ച് പൈസ റിച്ച് ആയിട്ട് വരട്ടെ. ദുബായിലോട്ട് പോകുന്നു ആയിട്ട് മറ്റേ സാധനം ഞാൻ ഓർഡർ ചെയ്ത്. കിട്ടും. സാധനം കയ്യിലുണ്ടോ എന്ന് ഞാൻ അറബിക്കടല് താണ്ടി ഞാൻ ഇങ്ങനെ പോകാൻ പോവുകയാണ്. അവിടെ വീഡിയോ ഒക്കെ ഉണ്ടാക്കാം. ചാലഞ്ചാണെന്ന് പറയുന്നത് പറ്റാവുന്നൊക്കെ വീഡിയോ ഉണ്ടാക്കാൻ കേട്ടാ. പറ്റാവുന്നൊക്കെ ഉണ്ടാക്കാം. എഴുതി വെക്കുന്ന ഇമ്പോക്ഷനാ. ഇമ്പോക്ഷൻ ഒന്നും അല്ല. ഞാൻ അതൊക്കെ ചെയ്തോ. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. ഞാൻ ആ സാധനം ഓർഡർ ചെയ്ത്. പക്ഷേ എനിക്ക് അതിന് കൺഫർമേഷൻ മെയിൽ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ചെറിയൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ നോക്കി സെറ്റാണ്. എന്നുവെച്ചാൽ അത് പ്രോപ്പർ സൈറ്റ് വഴി പ്രോപ്പർ സൈറ്റാണ്, പ്രോപ്പർ ആളാണ്, ഡിസ്കൗണ്ടിലൊക്കെ സംസാരിച്ചാണ്. അങ്ങനെ എനിക്ക് ഡൗട്ടൊന്നും വന്നില്ല സ്ഥലത്തും. പക്ഷെ എന്നാലും എവിടെയോ ചെറുതായിട്ട് എനിക്കൊരു സംശയം. ഏകദേശം 2.25 ലക്ഷം കൊടുത്ത സ്ഥിതിക്ക് ദാനം വരുമായിരിക്കും എന്നുള്ള ചെറിയ ഡൗട്ടായിട്ട് ഞാനത് ഇവിടെ ഇരിക്കുകയാണ്. ചെറുതായിട്ടൊരു ഡൗട്ട്. എന്തായാലും എനിക്ക് ഓബ്വിയസ് ആയിട്ട് ഒന്നും എനിക്ക് തോന്നിയില്ല. അപ്പം എൻ്റെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പരമാവധി സെയിം സൈറ്റിൽ നിന്ന് സൈറ്റിൽ എന്ന് വെച്ചാൽ ഞാൻ ആ വേറെ സൈറ്റിൽ പോയി. സൈറ്റിൽ ഒരു സപ്പോർട്ട് സെഷനിൽ പോയി ഒരു കോൾ ചെയ്തായിരുന്നു മേടിക്കുന്നതിന് മുമ്പേ കോട്ട് മേടിക്കാൻ വേണ്ടി എത്ര രൂപ വന്ന്. അതൊക്കെ സംസാരിച്ച് അവനായിട്ട് തന്നെ അവനെ ഡീൽ ചെയ്തത്. അവനായിട്ട് തന്നെ ലിങ്ക് അയച്ചു തന്നത്. അപ്പോൾ അവരുടെ തന്നെ ലിങ്കാണ് കണ്ടിട്ട്. പക്ഷെ എന്നാലും എനിക്ക് ചെറിയൊരു ഡൗട്ട് എവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും അവന് ഞാൻ മെസ്സേജ് അയച്ച് അവനിത് റിപ്ലൈ വന്നിട്ടില്ല. നാളെ റിപ്ലൈ തരുന്നില്ലെങ്കിൽ ഗോവിന്ദ. ഈ ഗോവിന്ദയുടെ അല്ല അറ്റ്ലീസ്റ്റ് ഇത് സാധനം കിട്ടില്ലല്ലോ എന്നുള്ളൊരു ദുഃഖമാണ്. പൈസ ഇന്ന് വരും നാളെ പോകും. എന്നാലും നാളെ പോകേണ്ട പൈസ കുറച്ച് മാസങ്ങളിൽ പോകേണ്ട പൈസയായിരുന്നു ഒരു ദിവസത്തിൽ പോയത്. എന്നാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്താ. നമുക്ക് നാളെ അപ്ഡേറ്റ് പറയുന്നതിലും ഉണ്ടാകുന്നത്. ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആൻഡ് വണ്ടർഫുൾ. I will see you guys next time. Take care.